അഡ്വക്കേറ്റ് നീന വില്യംസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസിൽ അതിജീവിതയിൽ നിന്ന് വിവരശേഖരണം നടത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. സംഭവിച്ച കാര്യങ്ങൾ SITയോട് അതിജീവിത പങ്കുവച്ചു. 2 ദിവസത്തിനുള്ളിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുത്തുമോ എന്നതിൽ SITയോട് അതിജീവിത ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സിജോ വി ജോൺ തന്നെയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, ഈ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ നേരത്തെ KPCC പ്രസിഡന്റ് നൽകിയ പരാതി മാത്രമാണ് ഉള്ളത്. ഈ പരാതിയാണ് KPCC പ്രസിഡന്റ് നേരെ പോലീസിന് കൈമാറിയത്. ആ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴാണ് മൊഴി രേഖപ്പെടുത്തുന്നത്? മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. അതിനുവേണ്ടി പൂങ്കോഴിലിയാണ് IPS ഉദ്യോഗസ്ഥയുടെ പൂങ്കോഴിലിയാണ് ഇതിന്റെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ആദ്യഘട്ടം എന്ന നിലയിൽ അന്വേഷണ സംഘം ചെയ്തിരുന്നത് ഈ പരാതി വിശദമായി പരിശോധിച്ചു. അതിനുശേഷം മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് അവർക്ക് മെയിൽ അയച്ചു. ആ മെയിലിന് അവർ റിപ്ലൈ അയക്കുകയും ചെയ്തു. തുടർന്നാണ് അന്വേഷണ സംഘം ആദ്യം ഈ യുവതിയുടെ സുഹൃത്തുക്കളുമായാണ് സംസാരിച്ചത്. അതിനുശേഷം യുവതിയുമായി തന്നെ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. വൈകാതെ തന്നെ മൊഴി നൽകാം എന്നുള്ളൊരു കാര്യം അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പേടിക്കുന്ന ഒരു കാര്യം അവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ആദ്യ പരാതി നൽകിയ യുവതിക്കെതിരെ വലിയ രീതിയിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇവരുടെ ഐഡന്റിറ്റി പുറത്തു വരിക, സൈബർ ആക്രമണം നേരിടുക, അതൊക്കെ അവർ മാനസികപരമായി വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായും ഇവരുടെ ഐഡന്റിറ്റി ഒരു തരത്തിനും പുറത്തു വരാത്ത രീതിയിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ഉറപ്പാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മൊഴി നൽകാം, നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുള്ള കാര്യം അതിജീവിത അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ബലാത്സംഗ കുറ്റമാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് ആ പരാതി പ്രഥമദൃഷ്ടിയെ പരിശോധിച്ച ശേഷം മാത്രമാണ് ആ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ആ പരാതിയിൽ പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ FIR വ്യക്തമാക്കുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ ആ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് എത്തിച്ചത് രാഹുലിന്റെ സുഹൃത്തായ ഫൈനി 9 ആണെന്നാണ്. ആ മൊഴി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയായിരിക്കും ഇയാളെ ഉൾപ്പെടെ കേസിൽ പ്രതിയേർക്കുന്ന കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. സിജോ വി ജോണും മുസ്തബയുമാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി അടുത്ത കേസ് പരിഗണിക്കുന്ന ദിവസം 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. താൽക്കാലിക ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇക്കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പിടികൂടുമോ ഇനി എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. കാരണം രണ്ടാമത്തെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ FIRന്റെ ബലത്തിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും ഒരുപക്ഷെ അന്വേഷണ സംഘം തയ്യാറാക്കുന്നുണ്ടാകാം എന്ന് നമ്മൾ കരുതുന്നു.